RSS ബാന്ധവ ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ രംഗത്ത് വന്നിരുന്നു. ശുദ്ധ അസംബന്ധം പറയാൻ ഒരു മടിയും വി ഡി സതീശൻ ഇല്ല എന്ന് കാണിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ആരോപണമെന്നായിരുന്നു മുഖ്യമന്ത്രി തൃശൂർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വി ഡി സതീശനെതിരെ രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി ഉയർത്തിയത്. 1977 കണ്ണൂരിലെ സ്ഥിതി എന്താണെന്ന് അന്വേഷിച്ചു നോക്കണമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആരായിരുന്നു അവിടെ RSSനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചത്? അക്കാലത്താണല്ലോ ഇവരുടെ മുൻ പ്രസിഡന്റ് പിന്നീട് വെളിപ്പെടുത്തിയത് താനാണ് RSS ശാഖയ്ക്ക് സംരക്ഷണം നൽകിയതെന്നും അതിന് ആളുകളെ അയച്ചതെന്നും അത് മാർക്സിസ്റ്റുകാരിൽ നിന്ന് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞത് ഇദ്ദേഹമൊക്കെ കൂടി പ്രസിഡന്റാക്കിയ ആളായിരുന്നല്ലോ. അതായിരുന്നു കണ്ണൂരിന്റെ അവസ്ഥയെന്ന് കെ സുധാകരനെ പരോക്ഷമായി പരാമർശിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂരിൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ RSS എങ്ങനെയാണ് കണ്ടിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. എന്ത് നുണയും അവതരിപ്പിക്കാം, നുണയാണല്ലോ ഇപ്പോൾ പ്രധാനമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രണ്ടു പേർക്കും ഒരു സ്ഥാനാർത്ഥി. ആരായിരുന്നു സ്ഥാനാർത്ഥി? കോൺഗ്രസ്സുകാരായിരുന്നു. RSSന്റെ ജില്ലാ കാര്യമാണ്. ഇങ്ങനെ നാണം കെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തവര് ഇതെല്ലാം ചെയ്ത് നമ്മുടെ നാടിന് മുന്നിൽ കാണിച്ചവര്. ഞങ്ങൾക്ക് ആ പണിയില്ല. ചില വോട്ടിനും 4 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന പതിവ് ഞങ്ങൾക്കില്ല. ബി ഗോപാലകൃഷ്ണന്റെ വിദ്വേഷ പരാമർശം നാടിനെ മതവിദ്വേഷത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വികസനവും സാമൂഹ്യനീതിയും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിച്ചതെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. അമൃത ന്യൂസ്, തൃശൂർ.